ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2023 ചാപ്റ്റർ 5 ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ 2023 ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ചോദ്യം, ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ PQR ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ചിത്രത്തിൽ PQR ഒരു മട്ട ത്രികോണമാണ്. നമുക്ക് കാണാൻ പറ്റും ഒരു കോണ് 90 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ക്യൂവിൻ്റെ നീളം കാണണം. പിന്നെയോ QRP എത്രയെന്ന് അറിയണം. നമുക്ക് പി ക്യൂവിൻ്റെ നീളം കാണാൻ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. A² + B², ഇതിനെ ഞാൻ A എന്ന് കൊടുത്തു. അപ്പോൾ A² + B² = H². H എത്രയാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, അത് 2 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഈ 1നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 4 - 1 = 3. A² 3 ആണെന്നുണ്ടെങ്കിൽ A എത്രയാണ്? √3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് √3 എന്ന് വരും. നോക്കിയാൽ 1 √3 2, അത് ഏത് ആംഗിളിൻ്റെ റേഷ്യൂസാണ്? 30 60 90 അല്ലേ. അപ്പോൾ 30 60 90 വരുമ്പോഴാണ് 1:√3:2 വരുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് QRP ആണ്. QRP ഈ ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് റേഷ്യോന് ഓപ്പോസിറ്റ് ആണ്? √3ക്ക് ഓപ്പോസിറ്റ് ആണ്. √3ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ QRP എത്രയാണ്? 60 ഡിഗ്രി. നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതിലൊരെണ്ണമാണ് നമ്മളോട് എഴുതേണ്ടത്. ഇതാണ് നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ, 60 ഡിഗ്രി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ ABC = 90 ഡിഗ്രി. ABC 90 ഡിഗ്രിയാണ്. അതായത് ഓക്കെ, ACB 45 തന്നിട്ടുണ്ട്. AB 7. ഓക്കെ, ABC 90 ആണ്, 45 ആണ്, 7 ആണ്. ഫൈൻഡ് ACയുടെ നീളം കാണണം. നോക്കിയാൽ മക്കളെ, ഇവിടെ 90 45 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും? 45 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് ACയുടെ നീളമാണ്. അപ്പോൾ 45 45 90 എന്ന് വരും. 45 45 90 വന്നാൽ എത്രയാണ്? 1:1:√2 ആണ്. 45ൻ്റെ ഓപ്പോസിറ്റ് ആണ് 1, അത് എത്രയാണ്? 7. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 7 ആണെന്നുണ്ടെങ്കിൽ √2ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 7√2 ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AC ആണ്. AC 90ക്ക് ഓപ്പോസിറ്റ് ആണ്. 90ക്ക് ഓപ്പോസിറ്റ് √2, അഥവാ √2ൻ്റെ സ്ഥാനത്ത് 7√2. അപ്പോൾ AC കിട്ടിയ എത്രയാണ്? 7√2. ഫസ്റ്റത്തേൻ്റെ ആൻസറായി. ഇനി നമ്മൾ AC ഒരു വശമായിട്ട് നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് എ സ്ക്വയർ ഈസ് ഡ്രോൺ വിത്ത് സൈഡ് AC ഒരു സൈഡായിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്, ഒരു സമചതുരം വരയ്ക്കുകയാണ്. ദെൻ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ, അതിൻ്റെ പരപ്പളവ് കാണുക. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആ സൈഡിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു സൈഡ് എന്ന് പറയുന്നത് AC ആണ്, അത് 7√2 ആണ്. അപ്പോൾ 7√2ൻ്റെ സ്ക്വയർ AC². 7ൻ്റെ സ്ക്വയർ 49 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. സെപ്പറേറ്റ് സ്ക്വയർ കാണണം കേട്ടോ. ബ്രാക്കറ്റിൽ AC ഒന്നിൽ കൂടുതൽ ടേം ഉണ്ട്, അതിപ്പോൾ ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റിൻ്റെ പുറത്താണ് സ്ക്വയർ വരുന്നത്, അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമിനും നമ്മൾ സ്ക്വയർ കാണണം. 7ൻ്റെ സ്ക്വയർ 49 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ 49 × 2 എത്ര വരും? 98 വരും. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്? ആ സ്ക്വയറിൻ്റെ ഏരിയ 98 cm² എന്നാണ് വരിക. ഇനി എ പേഴ്സൺ സ്റ്റാൻഡിങ് 80 meter away from a tower sees the top of the tower at an angle of elevation 45 degree. From the opposite direction, another person sees the top of the tower at an angle of elevation 50 degree. The tower and the person are on the same line. ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്നും 80 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ ടവറിൻ്റെ മുകളറ്റം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എതിർ ദിശയിൽ നിൽക്കുന്ന മറ്റൊരാൾ ടവറിൻ്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. ഒരു റഫ് ഫിഗർ വരക്കണം. ഞാൻ ചെറിയ റഫ് ഫിഗർ ആദ്യം വരച്ച് കാണിച്ചു തരാം. ഒരു ടവർ, ഒരു സൈഡിൽ നിന്ന് ഒരാൾ 50 ഡിഗ്രിയിൽ കാണും. അതിൻ്റെ എതിർ ദിശയിൽ നിന്ന് മറ്റൊരാൾ അത് കാണുന്നത് വേറെ ആംഗിളിലാണ്, 45. ഈ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ 45 എഴുതി കൊടുത്ത് 50 വന്നു, 50 എഴുതി കൊടുത്ത് 45 വന്നു എഴുതി കുഴപ്പമില്ല. ഓക്കെ, കാരണം ഞാൻ നേരെ തിരിഞ്ഞാണ് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ആദ്യം ഒരാൾ ഒരു 50 ഡിഗ്രിയിൽ കാണുന്നു, പിന്നെ 45 ഡിഗ്രി. ഓക്കെ, അത് മെഷർമെൻറ്റ് ഞാൻ എഴുതിയില്ല അല്ലേ. നോക്കിയാൽ 45 ഡിഗ്രിയിൽ കാണുന്ന ആൾ 80 മീറ്റർ അകലെ നിൽക്കുന്നത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹൈറ്റ് ഇവിടെ നിന്ന് 45 ഡിഗ്രിയിൽ കാണുന്നു, അത് 80 മീറ്റർ അകലെയും തന്നിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ എതിരെയുള്ള ഒരാൾ അത് 50 ഡിഗ്രിയിൽ കാണുന്നു. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റ്, ഇതിൽ ഏതാ ടവർ വരുന്നത്? DB ആണ് ടവർ വരുന്നത്. നോക്കിയാൽ ഇവിടെ 45 90, അപ്പോൾ ഇവിടെ 45, ഇവിടെ 50 90, അപ്പോൾ ഇവിടെ 40, അപ്പോഴാണ് 180 ആവുക. നോക്കിയാൽ ഈ 45 ഓപ്പോസിറ്റ് 80 ആണ്. അപ്പോൾ ഈ 45 ഓപ്പോസിറ്റ് എത്രയാവും? 80 ആവും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ എത്രയാണ്? 80 ആണ്. എങ്ങനെയാണ് മനസ്സിലായില്ലേ? കാരണം ഈ ട്രയാങ്കിൾ മാത്രം എടുത്താൽ മതി, അതൊരു ഐസോസിലസ് ആണ്. 45 45 45ൻ്റെ ഓപ്പോസിറ്റ് 80 ആണെന്നുണ്ടെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് എത്രയാണ്? 80 ആണ്. ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പേഴ്സൺസ്. ഈ 2 വ്യക്തികൾ തമ്മിലുള്ള അകലം കാണാനാണ്. അതിന് AB നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി BCയും കൂടിയും കിട്ടിയാൽ മതി. അപ്പോൾ അവർ തമ്മിലുള്ള അകലം കിട്ടും. BC കാണാൻ നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അഡ്ജസൻറ്റ് സൈഡ് കാണണം. ആരാ? ഓപ്പോസിറ്റും അഡ്ജസൻറ്റും, അല്ലെങ്കിൽ എതിർവശം തന്നിക്കണ്, സമീപവശം കാണണം. ഏതാ? കോസ് ആണ്, സോറി ടാൻ ആണ്. ഓക്കെ, അപ്പോൾ ടാൻ 50. ഓക്കെ, ഞാൻ ടാൻ 40 എടുത്തിട്ടുള്ളത് അല്ലേ. ടാൻ 50 വെച്ചിട്ട് ചെയ്യട്ടോ. ഞാനിവിടെ ടാൻ 40 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ. പറഞ്ഞു വന്നപ്പോൾ ടാൻ 50 ആദ്യം എടുത്തത്. നോക്കിയാൽ ഇവിടെ അതേപോലെ തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിരിക്കണം. ഞാൻ എന്തുകൊണ്ടാണ്, ഞാൻ ആദ്യം നിങ്ങളോട് ടാൻ 50 ആണല്ലോ പറഞ്ഞത്, പക്ഷേ ഇവിടെ ടൈപ്പ് ചെയ്ത് ടാൻ 40 ആയിരുന്നു, ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ടാൻ 40 ടൈപ്പ് ചെയ്തതെന്നറിയോ? ഇവിടെ ഞാൻ ടാൻ 50 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്നറിയോ? ടാൻ 50 ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ വരിക അല്ലേ. നമുക്ക് DB തന്നിരിക്കണം, DB/BC എന്നാണ് വരിക. ഓക്കെ, BC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ BCനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, ടാൻ 50നെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ BC ഈക്വൽ ടു എന്ത് വരും? DB 80 ആണ്. 80/ടാൻ 50 എത്രയാ? 1.19. ഇത് ഡിവിഷൻ വരും. പക്ഷെ ഇവിടെ ഡിവിഷൻ വരില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ ന്യൂമറേറ്ററിലാണ് വരിക. ടാൻ 40 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BC/BD എന്ന് വരിക, നേരെ തിരിഞ്ഞാൽ വരിക. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ ന്യൂമറേറ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ പരിപാടി തീരും. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് ആംഗിൾ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. 50 വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, 40 വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള 40 ആണ്. 40 എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. എന്താ നീ കണ്ടോ 40 എടുക്കാനുള്ള കാരണം? ഇത് ചെയ്യുമ്പോൾ 80 ഇപ്പുറത്തോട്ട് വന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഞാൻ ടാൻ 40 മാറ്റിയെടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടാൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ? BC. അഡ്ജസൻറ്റ് സൈഡ് DB. അത് 80 ആണ്. ടാൻ 40ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.84. ഇനി ഇത് ചെയ്യുക. 84നെ 8 ഗുണിച്ചാൽ മതി. 4 8 32, 2 ഇഷ്ടം 3 വരും. 8 8 64, 64 3 67. 80 അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ, അപ്പോൾ 67.20, അതായത് 67.2. അപ്പോൾ BC കിട്ടി 67.2. ഇനി ആളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടൂടെ? രണ്ടാളുകൾ തമ്മിലുള്ള അകലം എന്താണ്? ABയും BCയും കൂട്ടിയാൽ മതി. 80ക്ക് 67.2 കൂട്ടണം. അപ്പോൾ 80 + 67.2. 80ന് പോയിന്റ് ഇല്ല, അപ്പോൾ പോയിന്റ് ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പോയിന്റുകൾ താഴെ വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് പോയിന്റ് നമ്പറുകൾ എഴുതുക. അപ്പോൾ 2 7 2 14 14 147.2 മീറ്റർ അകലത്തിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. ഇനി ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്ടാങ്കിൾ. ആംഗിൾ BED 120 ആണ്. DB നമ്മൾ ആ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? AED എത്രയെന്നാണ്. മക്കളെ ഇതിലെ AED എത്ര വരിക നിങ്ങളൊന്ന് പറഞ്ഞ്, എന്നിട്ട് ഞാൻ ആൻസർ കാണിച്ചു തരാം. ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, എത്രയാണ് AED വരിക? നമ്മൾ ഇത്രയും ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞേ. അതെ, 60 വരിക. നോക്കിയാൽ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, അതിൽ 120 ഇടുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇനി എത്രയാണ് വേണ്ടി? 60. കണ്ട. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD? ADയുടെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 90. ഇതെത്രയാ? 30. 90ന് ഓപ്പോസിറ്റ് 8. അപ്പോൾ 30ന് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 4. 60ന് ഓപ്പോസിറ്റോ? 4√3. കാരണം 1:√3:2 ആ റേഷ്യോ ആണ് വരിക കേട്ടോ. കണ്ടോ, 30 60 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് വരിക. അതിൽ നോക്കിയാൽ ഇതാ 90ന് ഓപ്പോസിറ്റ് 8 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് 8 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 4 ആണ്. അപ്പോൾ AEയുടെ നീളം കിട്ടി എത്രയാണ്? 4. ഇനി AD ആണ് കാണാൻ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ
എ ഡിയുടെ നീളം കാണാൻ പറഞ്ഞല്ലോ കേട്ടോ. എ ഇ അല്ല എ ഡി. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് 60 ഓപ്പോസിറ്റ് ആണ്. √3 ഓപ്പോസിറ്റ്. അത് എത്രയാ? 4√3. അപ്പോൾ എ ഡി എത്രയാ? 4√3. ഇനി ഡി ഇ കാണണം. ഫൈൻഡ് ബി ഇ കാണണം. ബി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ ഈ 30 ഓപ്പോസിറ്റ് 8 ആണല്ലോ. അപ്പോൾ ഈ 30 ഓപ്പോസിറ്റ് എത്രയാ? 8. ഓക്കെ, കാരണം ഈ ആംഗിളുകളെല്ലാം 30 ഒരു 120, 30, 30, അപ്പോഴാണ് 180 ആവുക. അപ്പം മനസ്സിലായോ? ഇവിടെ 120 ആണ്, ഇവിടെ 30 ആണ്. അപ്പോൾ 30, 30, 60, 120, 180. അപ്പോൾ ഈ 30 ഓപ്പോസിറ്റ് 8 ആണെന്നുണ്ടെങ്കിൽ ഈ 30 ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. ഓക്കെ, ഇനി എന്താ കാണണ്ടേ? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് കാണേണ്ടത് കേട്ടോ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അതിനിതാ ഈ 60 ഓപ്പോസിറ്റുള്ള എ ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ? എ ഡി 4√3 ആണ്. എ ഇ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 ആണ്. ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത്. 8 4 12 വരും. ഓക്കെ, എ ബി ഇൻറ്റു എ ഡി. അപ്പോൾ 8 + 4 12. 12 × 4 വരും. 4 × 2 8 ആണ്. ഒരു 4 4 48√3 എന്ന് വരും. എത്ര വരും? 48√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. 48√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2019, 22, 23 വർഷങ്ങളിലായിട്ട് ക്രിസ്മസ് എക്സാമിന് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു സൂൺ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.